നമസ്കാരം. മുംബൈ മുതൽ കന്യാകുമാരി വരെ രാജ്യത്തിൻ്റെ അഭിമാന ദേശീയ പാതയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കേരളത്തിന് പുറത്ത് ഒരുമാതിരിപ്പെട്ട നിർമ്മാണമെല്ലാം പൂർത്തിയായി. വളരെ കുറച്ചിടങ്ങളിൽ മാത്രമേ ഫിനിഷിംഗ് സ്റ്റേജിലെത്താനുള്ളൂ. അവിടെയൊക്കെ മിക്കയിടങ്ങളിലും 60 മീറ്റർ വീതിയാണ്. നമുക്ക് നല്ല റോഡിനോടും വികസനത്തോടും എന്നും എതിർപ്പായതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തുചേർന്ന്, എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒത്തുചേർന്ന് നമുക്ക് വേണ്ടി എന്ന രീതിയിൽ പ്രധാനമന്ത്രിയോട് 45 മീറ്റർ ആക്കി തരണം എന്ന് അപേക്ഷിച്ച് 45 മീറ്റർ ആക്കിയിട്ടുണ്ട്. നീണ്ട നാളുകൾക്കൊടുവിൽ കേരളത്തിൽ അതിവേഗം റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. തലശ്ശേരി വടകര സ്ട്രെച്ച് മാഹി ബൈപ്പാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മാഹി ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നു. പ്രധാനമന്ത്രിയാണ് അത് ഔദ്യോഗികമായി തുറന്നു കൊടുത്തത്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് BJP എടുക്കരുത് എന്ന വാശിയിൽ സഖാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. മാഹി വടകര ബൈപ്പാസ് പിണറായി സർക്കാരിൻ്റെ നേട്ടമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. മന്ത്രി മരുമകൻ BGM ഒക്കെ ഇട്ട് ഒരു തുറന്ന വാഹനത്തിലൂടെ യാത്ര ചെയ്ത് തൻ്റെ നേട്ടത്തിൻ്റെ തൂവൽ കിരീടമാക്കി അവതരിപ്പിച്ചു. എന്ന് മാത്രമല്ല, 50 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന ഈ പദ്ധതി ഇപ്പോൾ സാധ്യമാക്കിയത് താനും തൻ്റെ സർക്കാരുമാണ് എന്ന തരത്തിലായിരുന്നു മന്ത്രി പുങ്കുവന്റെ പ്രസ്താവന. പ്രിയപ്പെട്ടവരെ, തലശ്ശേരിയിൽ നിന്നും വടകരയിലെത്താൻ 1.5 മണിക്കൂറോളം സമയമാണ് എടുക്കുക. ഗതാഗത കുരുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല, നിങ്ങളൊക്കെ അനുഭവിച്ചറിയുന്നവരാണ്. എന്നാൽ ഇനി മുതൽ തലശ്ശേരിയിൽ നിന്നും വടകരയിലേക്ക് എത്താൻ 15 മിനിറ്റ് മതി. ദീർഘകാലത്തെ സ്വപ്നം മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ 51 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1973 തലശ്ശേരി മാഹി ബൈപ്പാസിനുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു. 1977 ബൈപ്പാസിനായി സ്ഥലം കണ്ടെത്തി ഭൂമി ഏറ്റെടുക്കുവാനുള്ള തീരുമാനവുമായിരുന്നു. 1980 ശേഷമാണ് സ്ഥലമേറ്റെടുപ്പ് ആരംഭിക്കുന്നത്. 1984 ബൈപ്പാസിന്റെ അലൈൻമെന്റിന് അംഗീകാരം ലഭിക്കുന്നത്. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പല കാരണങ്ങളാൽ നീണ്ടുപോയി. ചെറിയ നീളലല്ല, പതിറ്റാണ്ടുകളോളം നീണ്ടുപോയി. യഥാർത്ഥത്തിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. പൂർണ്ണമായും എല്ലാ ചെലവും കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ മൊത്തം ചെലവിൻ്റെ 25% കൊടുക്കാമെന്ന് കേരളം പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ കൊടുത്തിട്ടില്ല. ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. കേരളത്തിൽ നിന്നും പിടിച്ചു പറിക്കുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രവിരുദ്ധ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ 25% കൊടുക്കാമെന്ന് ഏറ്റതിൻ്റെ പേരിലാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയത് സർക്കാരാണെന്ന് പറയുന്നത്. ഓർക്കുക, ഭൂമി ഏറ്റെടുത്ത ചെലവിൻ്റെ 1/4 പങ്കും 75% കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത്. 25% ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുത്തിട്ടില്ല. കൊടുക്കുമെന്ന് ഉറപ്പില്ല. കിലോമീറ്ററിന് 100 കോടിയിലധികം ചെലവ് വരുന്ന നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്വത്തിൽ അവർ തന്നെ നടത്തുന്നു. പക്ഷേ ഇവർ അവകാശപ്പെടുന്നു ഇവരുടേതാണെന്ന്. ഇപ്പോൾ മിസ്റ്റർ മരുമകൻ പറയുന്നത് ഇത് പിടിപ്പുകെട്ട സർക്കാരുകളുടെ കാലത്ത് വൈകിപ്പോയി, ഇതാ പിണറായിയും താനും മന്ത്രിയായപ്പോൾ എല്ലാം ശരിയായെന്ന. ഓർക്കണം, 50 വർഷത്തിലധികമായി ഈ ബൈപ്പാസ് മുമ്പോട്ട് വെച്ചിട്ട് മന്ത്രി തന്നെ പറയുന്നുണ്ട്, നമ്മൾ കേട്ടതാണ്. ഈ 50 വർഷത്തിൽ കൂടുതൽ ഭരിച്ചത് CPM-ഉം LDF-ഉമാണ്. പിന്നെ അവരാരുടെ കുറ്റമാണ് പറയുന്നത്? ഇതിന് പരിഹാരമുണ്ടാക്കാനും മുമ്പോട്ട് പോകാനും ഇനിഷ്യേറ്റീവ് എടുത്തത് UDF സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷെ അന്ന് സമരം നടത്തിയും കൊടികുത്തിയും ജനത്തെ വഴിയിൽ തടഞ്ഞും ഇടങ്കോലിട്ടത് CPM-ആണ്. അതെല്ലാം മറച്ചു വെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഉളുപ്പില്ലാത്ത പരിശ്രമം. ഈ പരിശ്രമത്തെ പൊളിച്ചടുക്കുകയാണ് ഒരു മാഹിക്കാരൻ. മാഹി ബൈപ്പാസ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടമായി വാഴ്ത്തുന്ന ദേശാഭിമാനിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് ദേശാഭിമാനിയിലേക്ക് ഒരു മാഹിക്കാരൻ വിളിച്ചു നടത്തിയ സംഭാഷണം കൗതുകത്തോടെ കേൾക്കേണ്ടതാണ്.
ഹലോ. ഹലോ, ഇത് ദേശാഭിമാനിന്റെ ഓഫീസല്ലേ? അതെ. ഇത് ഓൺലൈൻ ചാനലിന്റെ ആണോ അതോ പേപ്പറിന്റെ ആണോ? ഇത് പേപ്പറിന്റെ. ഓൺലൈൻ ചാനലിൽ ഒരു ന്യൂസ് കാണിച്ചിരുന്നേ. യൂട്യൂബിലെ ആണോ? ആ, യൂട്യൂബില്. കണക്ട് ചെയ്യാതെ. ഹലോ. ഹലോ. നമസ്കാരം. പറയ്. നമ്മള് ദേശാഭിമാനി ഓൺലൈനില് ഇന്നലത്തെ മാഹി ബൈപ്പാസുമായി ബന്ധപ്പെട്ടിട്ടൊരു റീൽസ് ഇറക്കിയത് കണ്ടിരുന്നേ. അതിൻ്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും സത്യസന്ധമായ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ മാഹിക്കാരനാണേ. എന്താണോ? അതായത് 2013 NHI പ്രൊജക്ട് സ്റ്റോപ്പ് ചെയ്ത് പോയി എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താന്ന് സാറിന് അറിയാവോ? ഇല്ലെന്ന് പറഞ്ഞുതരാമോ? ചാലക്കര പള്ളൂര് മേഖലയിലുള്ള ആൾക്കാര് 2017 കോടതിയില് കോടതിയില് അവർക്ക് കോമ്പൻസേഷൻ കുറവാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് സ്ഥലം ഏറ്റെടുപ്പ് നിർത്തിയത്. അല്ലാതെ 2013 കേരള സർക്കാരിന്റെയോ അതിന് മുന്നിലുള്ള സർക്കാരുകളുടെ പ്രശ്നത്തിന്റെ പേരിലല്ല. പോണ്ടിച്ചേരിയിൽ നമ്മൾ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ്. ചാലക്കര അല്ലേ? അതെ, ചാലക്കര പള്ളൂര് മേഖലയിലുള്ള. അതുവരെ അനുവദിച്ചിരുന്നത് 835 കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 2017 നിതിൻ ഗഡ്കരിയും മാഹി നിവാസികളും പോണ്ടിച്ചേരി സർക്കാരും തമ്മിലുള്ള ഒരു ധാരണയുടെ പേരിലാണ് കേസ് പിൻവലിച്ചതും 535 കോടി രൂപയും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം അവർക്ക് കോമ്പൻസേഷൻ കൂടുതലായിട്ട് മാഹി നിവാസികൾ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും സ്ഥലം ഏറ്റെടുപ്പ് നടത്തുന്നത്. 530 അഡീഷണൽ കൊടുത്തു. 800 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെ 500 കൂടി കൊടുത്തു, 530 കൂടി കൊടുത്തു. 800 കോടി പ്ലസ് 830 പിന്നെ ഒരു 1237 കോടി റുപ്യ 137 കോടിയായി. അതാണ് അതിന്റെ കാരണം. അല്ലാതെ ഇവിടുത്തെ UDF LDF അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന്റെ പേരിലല്ല NHI സ്റ്റോപ്പ് ചെയ്തിട്ട് പോയത്. ഒന്നാമത്തെ കാര്യം, മാഹി നിവാസികൾക്ക് ഭൂമിക്ക് കരമില്ല. അവർക്ക് ഭൂമിയിൽ നികുതി അടയ്ക്കേണ്ട ഭൂമിയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സെൽഫാണ്. കേരളത്തിലെ ഭൂമി എന്ന് പറയുന്നത് അവരുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് നമ്മൾ പാട്ട വ്യവസ്ഥയിൽ ഇത്ര കാലത്തേക്ക് എടുത്തേക്കാമെന്നുള്ള പോക്കുവരവും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ധാരണപത്രവും മുഖാന്തരമാണ് പോക്കുവരവ് നടത്തിയിട്ട് നമ്മൾ കൈവശം വെച്ചിരിക്കുന്നത് കേരളത്തിൽ. മാഹിയിൽ അങ്ങനെയല്ല. മാഹിയിൽ വന്നിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ കുറ്റിയിടാനോ സ്ഥലം ഏറ്റെടുക്കാനോ പറ്റില്ല. ഗവൺമെന്റിന്റെ ഏത് പ്രൊജക്ട് വന്നു കഴിഞ്ഞാലും അവർ ഗവൺമെന്റുമായിട്ട് സഹകരിക്കും, പക്ഷെ അവർക്ക് കോമ്പൻസേഷൻ കൂടുതൽ വേണം. ഈ ഒരു വ്യവസ്ഥയുടെ പേരിലാണ്, ഈ ഒരു വിഷയത്തിന്റെ പേരിലാണ് 2013 NHI മാഹിയിലേക്ക് കയറാതെ കേരള ബോർഡറിൽ പരിപാടി നിർത്തിപ്പോയത്. പിന്നീടാണ് 2017 കൂടുതൽ പേയ്മെന്റ് തരാമെന്നും സെറ്റിൽമെന്റ് ആയതും അതിനുശേഷമാണ് ഈ പ്രൊജക്ട് നടന്നത്. നിങ്ങൾ ആ കൊടുത്ത റീൽസിന്റെ അകത്ത് കേരള സർക്കാർ എന്തോ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇത് വന്നതെന്ന് പറഞ്ഞു. ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് പറയുന്നത്. ഞാൻ ഈ മാഹിയിൽ പള്ളൂരുള്ള ആളാണ്. ഇവിടുന്ന് 17ഓളം പേരാണ് കേസ് കൊടുത്തത്. അത് പോണ്ടിച്ചേരിയിലാണ് കൊടുത്തത്. ഇതാണ് സത്യാവസ്ഥ. അപ്പം നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾക്ക് അത് നിങ്ങൾക്ക് ചിലപ്പം കേരളത്തിലുള്ളവർക്ക് ഇത് മനസ്സിലാവില്ലായിരിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇത് NH-66 യാതൊരു ബന്ധവും ഇല്ല. NH-66 വേറെ തന്നെ പ്രൊജക്റ്റാണ്. ഇത് വേറെ പ്രൊജക്റ്റാണ്. ഇത് 1300 ചില്ലറ കോടിന്റെ വേറൊരു പ്രൊജക്റ്റും മറ്റേതായി 60,000 കോടിന്റെ വേറൊരു പ്രൊജക്റ്റുമാണ്. ഇത് മാഹി ബൈപ്പാസ് എന്ന് പറയുന്നത് കൊല്ലം ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ്, അതേപോലത്തെ ഒരു ബൈപ്പാസ് മാത്രമാണ്. ഇപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് വന്ന സമയത്ത് ഇതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ചാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഇത് രണ്ടും രണ്ട് പ്രൊജക്റ്റുമാണ്, രണ്ടും രണ്ട് ഫണ്ടാണ്, രണ്ടും രണ്ട് സ്കീമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങള് ജെനുവിനായിട്ട് ഡൊമൈനിൽ കിടക്കുന്ന സമയത്ത്
ഒരു പബ്ലിക്കായി നിൽക്കുന്ന ഒരു പത്രമാധ്യമങ്ങൾ അല്ല ദൃശ്യമാധ്യമങ്ങൾ ഇത് പുറത്തേക്ക് വിടുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് ചിലപ്പം കേരളത്തിലുള്ളവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. അവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷെ മാഹിയിലുള്ള നമുക്കറിയാം ഇതെന്തുകൊണ്ടാണ് ഈ പ്രൊജക്ട് അവിടെ നിന്ന്. ഈ 2012 കേസ് കൊടുത്തത്, 2006 മറ്റാണ് കേസ് കൊടുത്തത്. പക്ഷെ കേസ് അങ്ങനെ നീണ്ടു പോയി. അവർക്കുള്ള പൈസ വരുന്നില്ല, അവരുടെ കോമ്പൻസേഷൻ ഇത് പോരാന്ന് വെച്ചാൽ 2013 ആയപ്പോൾ കേസ് അവിടെ നിലനിൽക്കുകയാണ്. കേസ് നിലനിൽക്കുന്നതുകൊണ്ട് NHAIക്ക് മാഹിയിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് അവർ അവിടെ സ്റ്റോപ്പ് ചെയ്തു പോയി. ഈ 2013 പിണറായി വിജയൻ സർക്കാർ വന്നിട്ടില്ല. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കാലഘട്ടത്തില് അതിനു മുമ്പുണ്ടായിരുന്ന UPA സർക്കാരായിക്കോട്ടെ NDA സർക്കാരായിക്കോട്ടെ അവര് കൊടുത്തിരിക്കുന്ന ഫണ്ട് കുറവായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിന്റെ പേരിൽ കേരളത്തിലും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏത് അവർക്ക് കിട്ടിയ കോമ്പൻസേഷൻ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ പിന്നെ സെറ്റിൽമെന്റ് ചെയ്തു എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ല. പക്ഷെ ഇതിന്റെ ഈ 2013 NHAI ഈ സംഭവം കെട്ടും പാണ്ടവും മടക്കിയിട്ട് പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. അത് മാഹിയുടെ ജനങ്ങൾ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ്. 2013 ഇവര് നിർത്തിയത്. അല്ല, കേസ് 2006 കൊടുത്തിരുന്നു. 2006 മുതലേ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോണ്ടിച്ചേരിയില്. പക്ഷെ അവിടെ കേസ് നടക്കുന്നുണ്ടായിരുന്നു. സെറ്റിൽമെന്റ് ആവുമല്ലോ എന്നറിയില്ല. പക്ഷെ അവര് 2013 ആകുമ്പോഴത്തേക്കാണ് പള്ളൂരിലേക്ക് എത്തുന്നത്, ഈ ബോർഡറിലേക്ക് എത്തുന്നത്, മാഹി ബോർഡറിലേക്ക് എത്തുന്നത് 2013 എത്തുമ്പോഴാണ്. അപ്പൊ അവിടെ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് മറ്റുള്ള കേസ് പോലെ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു കേസ് നടക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കയറി കുറ്റിയിടാമെന്നുള്ളത് പറ്റില്ല. ഇത് ഫ്രഞ്ച് ഗവൺമെന്റ് മാഹി നിവാസികൾക്ക് കൊടുത്തിരിക്കുന്ന അവകാശമാണ്. അതിന്റെ പേരിലാണ് അങ്ങനെയാണ് നമുക്ക് യൂണിയൻ ടെറിട്ടറിയലായിട്ട് നമുക്ക് കുറച്ച് അവകാശങ്ങളുണ്ട്. ഗവൺമെന്റിന് ഏറ്റെടുക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് ഗവൺമെന്റ് NHAIക്കും കയറി അതിന്റെ അകത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് അവർ വീണ്ടും NHAIക്ക് എതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരും കൊടുക്കും. അതുകൊണ്ട് ആ പരിപാടി അവരവിടെ വെച്ച് നിർത്തി. ഇതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു റീൽസ് ഒക്കെ ഉണ്ടാക്കി വിടുമ്പോൾ നമ്മളും ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്, ഇതിന്റെ യാഥാർത്ഥ്യം അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുകയല്ല, പക്ഷെ അത്തരം കുറച്ച് കാര്യങ്ങൾ വിളിച്ചതിൽ ഭയങ്കര സന്തോഷം. കാരണം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് പഠിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള മാഹി നിവാസി, നമുക്കിപ്പോ കേരളത്തിലെ കാര്യങ്ങളെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ല. മാഹി നിവാസികൾക്ക് ഇത് തീർച്ചയായിട്ടും ചോദിക്കാനുള്ള അവകാശമുണ്ട്. കാരണം ഇത് NHAIന്റെ വിഷയം വന്നത് മാഹി നിവാസികളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാതെ കേരളത്തിലെ UP അല്ല പിന്നെ ഉമ്മൻചാണ്ടിന്റെയോ അച്യുതാനന്ദന്റെയോ ഇവരുടെ ആരും വിഷയം കൊണ്ടല്ല ഈ വിഷയം ഉണ്ടായത്. ഇവിടെ NHAI അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നതൊക്കെ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ പത്രമാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുക. അപ്പം കുറച്ചും കൂടി ജെനുവിനിറ്റി ഉണ്ടാവും, ജനങ്ങൾ വിശ്വസിക്കും. മനസ്സിലായില്ലേ? താങ്ക് യു. ഓക്കെ.